അല്ല ഉസ്താദെ, ഉസ്താദ് എന്തിനാ അവരെയൊക്കെ പോയി സഹായിക്കുന്നത്? അവര് ഹിന്ദുമത വിശ്വാസിയാണ്, അവരെ എന്തിനാ സഹായിക്കുന്നത്? ഉസ്താദ് ഇങ്ങനെ ഹിന്ദുക്കളുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് റീച്ച് കിട്ടാനും ലൈക്ക് കിട്ടാനും വേണ്ടിയിട്ടായിരിക്കും അല്ലെ ഉസ്താദ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് ശരിയല്ല കേട്ടോ ഉസ്താദെ. എന്തായാലും ഫ്രണ്ട്സേ, ധന്യാണേ, തെറ്റിദ്ധരിക്കണ്ട കേട്ടാ. ഞാനേ പിന്നെ കുറച്ച് മനസ്സിൽ കുറച്ച് പിന്നെ കറുപ്പിൽ അത് ഇരുട്ടിൽ മാത്രം ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിന് ചുറ്റും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റത്തെ ഇൻട്രോ ഞാൻ കൊടുത്തത് കേട്ടാ. അതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുതേ. അൻസാരി ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് താങ്ങും തണലുമായിട്ട് ഇപ്പോഴും നമ്മുടെ ഒപ്പമുള്ള അൻസാരി ഉസ്താദിനെ ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ കേട്ടോ. കാരണം ഈ ഇടയ്ക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഒരു കുഞ്ഞുമോള്, എൻ്റെ മകൻ്റെ മാത്രം പ്രായമുള്ള ഒരു കുട്ടി അൻസാരി ഉസ്താദിന് ഒരു മെസ്സേജ് അയക്കുകയും ഉസ്താദെ പിന്നെ എനിക്ക് ആ കുട്ടിൻ്റെ വീട്ടിലത്തെ അവസ്ഥകളൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് വിടുകയായിരുന്നു അൻസാരി ഉസ്താദിനെ. അപ്പോൾ ആ കുട്ടിക്ക് മറ്റുള്ളവരിൽ നിന്ന് കൈനീട്ടി ജീവിക്കാൻ ആ കുട്ടിക്കും ആ കുട്ടിൻ്റെ അമ്മയ്ക്ക് താല്പര്യമില്ല. അമ്മ കിഡ്നി പേഷ്യൻ്റാണ് തോന്നുന്നു. അച്ഛൻ മരണപ്പെട്ടു, 2 വർഷം മുന്നേ മരണപ്പെട്ടതാണ്. അപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യാത്തതാണ്. അപ്പോൾ ഈ 13 വയസ്സായ ഈ കുട്ടിയുടെ പഠനവും അതുപോലെ ചെലവുകളൊക്കെ നമുക്കറിയാലോ. സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. പ്രത്യേകിച്ച് പിന്നെ ഇങ്ങനെയൊരു അസുഖമുള്ള ഒരാളാവുമ്പോൾ മരുന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചിലവുകളുണ്ട്. ഇരിക്കുന്നത് വാടകയ്ക്കാണ്. അപ്പോൾ മാസം മാസം വാടകയും കൊടുക്കണം. അപ്പോൾ അൻസാരി ഉസ്താദിനെ എന്തായാലും അൻസാരി ഉസ്താദ് ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ആളാണ്. ഗത്യന്തരമില്ലാതെ അവസാനത്തെ ഒരു പിടിവള്ളി എന്ന നിലയ്ക്കാണ് ആ കുട്ടി ആ ഉസ്താദിനെ വിളിക്കുന്നത് കേട്ടോ. പക്ഷേ ഉസ്താദ് നേരെ അവരുടെ അരികിലേക്ക് ചെല്ലുകയും അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ആ കുട്ടിക്ക് പിന്നെ എന്താ പറയുക ഒരു ജ്യൂസ് കട തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുത്തു. ഒപ്പം തന്നെ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടതോടുകൂടെ അവർക്ക് ശരിക്കും നമ്മുടെ സ്ഥലം വരെ വാങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ പറയുക, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇപ്പോഴും ജീവിച്ചു പോകുന്നത് എന്നും കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം വേറൊന്നല്ല, പണ്ഡിതന്മാരും ഒരു ആളെ മാത്രം ഞാൻ പോറ്റി പറയുന്നതല്ല കേട്ടോ. നല്ലത് ചെയ്യുന്ന ആളുകളെ കണ്ടാൽ നമ്മൾ നല്ലത് എന്ന് തന്നെ പറയണം. പിന്നെ അത് ചെയ്യാനുള്ള മനസ്സും ഉണ്ടാവണം. ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് ഊണ് കൊടുക്കണം. എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഊണും ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ കടയിൽ ഊണൊന്നും പോയില്ല കേട്ടോ. 30 പേർക്കുള്ള ചോറ് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കടയിൽ ഊണ് പോയില്ല. 5 ഊണായിരുന്നു പോയിരുന്നത്. ബാക്കി 25 ഊണ് ഞാൻ കുറച്ച് ആളുകൾക്ക് കൊടുത്തു. ബാക്കി ചോറ് എന്ത് ചെയ്യാൻ പറ്റും? വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ചോറ് വെള്ളം പൊട്ടി കേടുവരും, നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ആ ചോറിന് ഞാൻ പശുവിൻ്റെ തൊട്ടിയിലിടുകയും പിന്നെ കുറച്ച് പശു എത്രത്തോളം ഇടാൻ കഴിയണം അത്രത്തോളം ഇട്ടിട്ട് ബാക്കി തെങ്ങിൻ്റെ ചോട്ടിലിടേണ്ട ഒരു അവസ്ഥയായിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ വിചാരിച്ചതാണ് അർഹതപ്പെട്ട ആളുകളിലേക്ക് എൻ്റെ ഭക്ഷണം എത്തണം എന്നുള്ളത്. അപ്പം തന്നെ ഞാൻ കുറച്ച് ഭക്ഷണം എടുത്തു റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളോട്, അതായത് നമുക്കറിയാം അർഹതപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്ന്, അവരിലേക്ക് എൻ്റെ ഭക്ഷണം എത്തിക്കുകയും അങ്ങനെ ഇപ്പോൾ 30 ആളുകളിലേക്ക് ഞാൻ ചെന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് എത്രയോ ആളുകൾ ചിലപ്പോൾ പറയാതെ ഇരിക്കുന്ന ആളുകളാണ്. എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം തരുമോ എന്ന് ചോദിക്കാൻ പോലും മടിയുള്ള ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. കൈനീട്ടാൻ മടിയുള്ളവരുണ്ട്, കൊടുത്താൽ അത് വാങ്ങിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്കാണ് ഇപ്പം ഞാൻ ഭക്ഷണം കൊണ്ട് എത്തിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഒരാളുടെ അടുത്ത് കൈ നീട്ടിയാലും ഞാൻ കൈ നീട്ടുന്ന ഭക്ഷണത്തിൻ്റെ ആ ഒരു ഓർഡർ എൻ്റെ ജീവിതത്തിൻ്റെ കയറ്റവും അതുപോലെ തന്നെ വിശക്കുന്നവൻ്റെ വയറിലെ വിശപ്പും മാറും. ആ ഒരു രീതിയിലാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ അടുത്ത് ഞാൻ ഓർഡർ തരുമോ, ഒരു നേരത്തെ ആഹാരത്തിനുള്ള പിന്നെ ഓർഡർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് ഓർഡർ എടുക്കുകയാണ്. അത് പിന്നെ എൻ്റെ ബിസിനസ്സുമാണ്. ഒപ്പം തന്നെ വിശക്കുന്നവൻ്റെ വിശപ്പ് മാറുകയും ചെയ്യും. അപ്പോൾ ഈ 2 കുടുംബവും രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നിടയ്ക്ക് തന്നെ ഒരുപാട് കമൻസ് ഇങ്ങനെ വരും. ഞാനും പിന്നെ ഒരു കാര്യം, അതായത് പരിശുദ്ധ ഖുർആനിലെ പിന്നെ ശരിക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവൻ നമ്മുടെ സമുദായത്തിൽ പെട്ടവനല്ലാന്ന്. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ മനസ്സിൽ ഊന്നി അല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ച് നടക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരുടെ വിശപ്പും ദാഹവും പിന്നെ ബുദ്ധിമുട്ടുകളൊക്കെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അങ്ങനെയൊക്കെ ആ ഒരു ഇതൊക്കെയാണ് ഞാൻ ശരിക്കും ഉസ്താദിൽ കാണുന്നത്. കാരണം അവർ പണ്ട് മുതലേ ആ ഒരു വിശുദ്ധ ഖുർആനെ മനഃപ്പാഠമാക്കി കൊണ്ടുപോകുന്ന ആളുകളാണ്.
ബുക്കാണ്. അപ്പോൾ വിശ്വാസികൾക്ക് എന്നും വിശ്വാസമാണ്, അല്ലാത്തവർക്ക് അത് വെറും ബുക്കാണ്. പക്ഷേ അതൊക്കെ ഞാനും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഞാൻ വിചാരിക്കുന്നുണ്ട്, എൻ്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞാൻ ചിന്തിക്കാതെ എൻ്റെ ഉയർച്ച മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇതിലൂടെ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. വിശക്കുന്നവൻ്റെ വിശപ്പ് മാറ്റാനും ബുദ്ധിമുട്ടുകളിൽ ഒരു കൈത്താങ്ങാവാനും കഴിയുന്ന ഒരു സമൂഹത്തെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ പറയും ധന്യ ഭയങ്കരമായിട്ട് സുഖിപ്പിച്ച് വീഡിയോ ചെയ്യണം മുസ്ലിങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്? നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഈ ഒരു ഉസ്താദ് ഈ ഒരു മോൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ വരദമോളിനെ സ്വന്തം മകളെ പോലെയാണ് അദ്ദേഹം കാണുന്നതും സ്നേഹിക്കുന്നതും വളർത്തുന്നതും ഒക്കെ. അപ്പോൾ മനസ്സിലെ കറ നീക്കിയിട്ട് പുറത്തേക്ക് വരിക, വെളിച്ചത്തിലേക്ക് വായോ, അപ്പോഴേ നമുക്ക് പുറമേയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുള്ളൂ. നല്ലത് ചെയ്യുമ്പോൾ നല്ലത് തന്നെ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മൾ ഒരു കാര്യം ചെയ്താൽ അതിന് പിന്നിൽ തെറ്റാണെങ്കിൽ അതിന് പിന്നാലെയുള്ള ശിക്ഷ നമ്മൾ തന്നെ അനുഭവിക്കണം. നല്ലത് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള നല്ലതും നമ്മൾ തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് ഉള്ള കാലം നല്ലത് ചെയ്ത് നല്ല മനുഷ്യരോടുകൂടി കൂട്ടുകൂടിയിട്ട് ജീവിച്ച് മരിക്കുന്നതല്ലേ നല്ലത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളതും ചോദിക്കാനുള്ളതും. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് കുറച്ച് ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിലേക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു ഊണിന് 80 രൂപയാണ്. ഞായറാഴ്ചയാണെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ബിരിയാണിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ദിവസം നല്ല ഭക്ഷണം കഴിച്ച ഒരു ആത്മസംതൃപ്തിയാണ്. കാരണം എന്നെ കാത്ത് ഒരുപാട് നേരം അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം വരാറുണ്ട്. കാരണം ഇത് തുടരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എല്ലാ ആളുകളും എനിക്ക് ഓർഡർ തന്നാലല്ലേ എനിക്ക് അവരിലേക്ക് ആ ഫുഡ് എത്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ കടയിൽ കടം വാങ്ങിച്ചിട്ട് ഞാൻ ആ ഫുഡ് കൊണ്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷേ ആ ഓർഡർ എങ്ങാനും കിട്ടിയാലാണ് ആ കടങ്ങളും എനിക്ക് വീട്ടാൻ പറ്റുള്ളൂ, എൻ്റെ കടങ്ങളും എനിക്ക് വീട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഓർഡർ തരുമെന്ന വിശ്വാസത്തോടെ ഞാൻ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കണം. കുറച്ച് കൂടുതലായിപ്പോയി, കുറച്ച് കാര്യങ്ങൾ വിശദമായി പറയുന്നത് കൊണ്ട് തന്നെയാണ് കൂടുതലാവുന്നത്. എന്തായാലും അൻസാരി ഉസ്താദ് ചെയ്ത ആ ഒരു നല്ല പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ എനിക്ക് ഈ വീഡിയോയിൽ സാധിച്ചു. ഒരുപാട് നന്ദിയുണ്ട് ഉസ്താദെ. ഇത്രയും ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അങ്ങ് മുഖം നിരസിക്കാതെ പിന്നെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതും ഒരുപാട് സന്തോഷം. ഉസ്താദ് മൂലം ഒരുപാട് നല്ലവരായ മനുഷ്യരാണ് കേട്ടോ ആ ഒരു ഹെൽപ്പ് ചെയ്യുന്നത്. അതും കൂടെ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഈ സഹായിച്ചവർക്കും അതുപോലെ സഹായം എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് പറയുന്നത് കൊണ്ടും ഒരുപാട് പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നു. നന്ദി, നമസ്കാരം.